നിങ്ങളെ പോലെയുള്ള ആളുകളെ ചില ആളുകൾ എന്താ വിളിക്കുന്നത് അറിയാമോ? കോക്രോച്ച്, പാറ്റകൾ. നിങ്ങൾ അതാണോ? നിങ്ങൾ കോക്രോച്ച് ആണോ? നിങ്ങൾ പാറ്റകളാണോ? നിങ്ങൾ പിന്നെ എന്താണ്? നിങ്ങൾ ഈ നാടിന്റെ കരുത്തായ സിംഹങ്ങളാണ്. ശരിയാണോ? നിങ്ങൾ പാറ്റയാണോ സിംഹമാണോ? സംശയമുണ്ടോ? ചെറിയൊരു സംശയമുണ്ടോ? പാറ്റ അല്ല എന്ന് പറയുന്നവരല്ല എന്ന് ഉറച്ചു പറഞ്ഞേ. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള വി സി, കേരള യൂണിവേഴ്സിറ്റിയിലെ വി സി ആയിട്ടുള്ള മോഹനൻ കുന്നുമ്മൽ, അപ്പോൾ അദ്ദേഹം കുട്ടികളോട് നിങ്ങൾ പാറ്റകളാവാൻ ശ്രമിക്കരുത്, നിങ്ങൾ ആരാവണം, സിംഹങ്ങളാവണം, പാറ്റകളൊക്കെ നിസ്സാരമായ ജീവികളാണ്, അപ്പോൾ സിംഹങ്ങളാവാൻ നോക്കുക, ദുർഗാദേവി ആവാൻ നോക്കുക, അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുക തുടങ്ങിയുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കുട്ടികളോട് ആർക്കൊക്കെയാണ് പാറ്റകളാവാൻ ഇഷ്ടമില്ലാത്തത് എന്ന് കുട്ടികളോട് ചോദിക്കുമ്പോൾ ആരും കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നല്ല, അവർ വളരെ സൈലൻ്റ് ആയിട്ട് അവരുടെ പ്രതിഷേധം അറിയിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വിഷയം സോഷ്യൽ മീഡിയയിൽ ഹൈലി സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ മതേതര സമൂഹം കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ ഈ വിഷയം ഒന്നുകൂടി ഒരു വൈഡർ ആംഗിളിൽ ഈ വിഷയം കാണുമ്പോഴാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെയാണ് RSS അതുപോലെയുള്ള സംഘപരിവാർ മേഖലയിൽപ്പെട്ട ആളുകൾ എങ്ങനെയാണ് പിടിമുറുക്കാൻ ശ്രമിക്കുന്നത് എന്നത് വളരെ ഡീപ്ലി അനാലിസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞൊരു 5-8 വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് വി സി കേരളത്തിൽ നിയോഗിക്കപ്പെടുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ, അതുപോലെ മലയാളം യൂണിവേഴ്സിറ്റിയുടെ, അതുപോലെ MG യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ചാൻസലർമാർ പല RSS പരിപാടികളിൽ പങ്കെടുക്കുന്നതും, അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ചീഫ് മിനിസ്റ്ററും അതുപോലെ ഓപ്പോസിഷൻ ലീഡറും പ്രതിപക്ഷ നേതാവും ഒക്കെ പറഞ്ഞിട്ടും വാൺ ചെയ്തിട്ട് പോലും അതൊന്നും കാര്യമാക്കാതെ വളരെ സിമ്പിളായി കൂസലായി ഒരു കൂസലില്ലാതെ ഇത്തരത്തിലുള്ള പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്ന നിരന്തരം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ കേരളത്തിൻ്റെ, ഇപ്പോൾ നിങ്ങൾ നോക്ക്, ഈ ഇത്തവണ കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിലേക്ക് വന്ന് 102 സീറ്റ് മേടിച്ചിട്ടാണ്. കേവലം BJPക്ക് 3 സീറ്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ കഴിഞ്ഞ തവണ LDF സർക്കാരാണ് അധികാരത്തിലുണ്ടായിരുന്നു, 98 സീറ്റാണ്, 99 സീറ്റ് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് 91 സീറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും BJPക്ക് സീറ്റ് പോലും ഇല്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ സാധാരണക്കാരായ ജനങ്ങളുടെ പവർ ശരിക്കും ജനങ്ങളിലാണല്ലോ, അടിസ്ഥാനപരമായ ജനങ്ങളിലാണുള്ളത്, എന്നിട്ട് പോലും പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമല്ലാതിരുന്നിട്ട് പോലും നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ എങ്ങനെയാണ് ഇവരൊക്കെ നിയന്ത്രിക്കുന്നത് എന്നത് നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കണം. അപ്പോൾ അവിടെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല സംഘപരിവാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർ അജണ്ടയായി മാറുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിലുള്ള ചാൻസലർമാരെ നിയമിക്കേണ്ടത് എന്നുള്ള ഒരു വിഷയം നിരന്തരമായിട്ട് പ്രശ്നങ്ങളായി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ യൂണിവേഴ്സിറ്റിയിലെയും ചാൻസലർമാർ ഗവർണർമാർ തന്നെയായിരിക്കും. വൈസ് ചാൻസലർമാരെ നിയോഗിക്കേണ്ടത് ആരാണ്? ഗവർണറാണ്. സ്വാഭാവികമായിട്ടും ഗവർണർക്ക്, സാധാരണ ഗവർണർ എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത്? നമ്മുടെ സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് എന്ത് പറയുന്നു, അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ എന്ത് പറയുന്നു, അത് പോയി ഒപ്പിട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ അധികാരങ്ങളൊന്നും ഇല്ലാത്തൊരു സീറ്റാണ് ഗവർണർ. പക്ഷേ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുമ്പോൾ വൈസ് ചാൻസലർമാർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ ഇവിടെ UGC റെഗുലേഷൻ എന്ന് പറഞ്ഞ 2018 റെഗുലേഷൻ വന്നിട്ടുണ്ട്. അത് പ്രകാരം അവർ ഒരു ഗൈഡ് ലൈൻ പുറത്തിറക്കിയിട്ടുണ്ട്, എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിലുള്ള വൈസ് ചാൻസലർമാരെ നിയമിക്കേണ്ടത്. ആ റെഗുലേഷൻസ് പ്രകാരം നിയമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാൻസലർ പൊസിഷനിൽ നിൽക്കുന്ന ഗവർണർ എന്ത് ചെയ്യുക? ഗവർണർക്ക് അയാളെ അപ്പോയിൻറ്റ് ചെയ്യാതിരിക്കാൻ പറ്റും. അതുപോലെ അല്ലെന്നുണ്ടെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ റിമൂവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ആ ഗൈഡിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം 10 years ഓഫ് എക്സ്പീരിയൻസ് പോലെയുള്ള സാധാരണ അക്കാദമിക് ക്വാളിഫിക്കേഷൻ കുറേ പറയുന്നുണ്ട്. അതിന് പുറമെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു സെലക്ഷൻ കമ്മിറ്റി നിയോഗിക്കണം. ആ സെലക്ഷൻ കമ്മിറ്റി കൊടുക്കുന്ന പേരിൽ നിന്ന് ആർക്ക് അപ്പോയിൻറ്റ് ചെയ്യാം? ഗവർണർക്ക് അപ്പോയിൻറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, സാധാരണ നമ്മൾ ഇലക്ഷൻ കമ്മീഷനൊക്കെ തിരഞ്ഞെടുക്കുന്ന പോലെ അതിൽ പ്രതിപക്ഷ നേതാവും അതുപോലെ മുഖ്യമന്ത്രിയും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കും. പക്ഷേ അതിലൊക്കെ അങ്ങനെയുള്ള ആളുകൾ ആരും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിൽ ഒന്നാമത്തെ ആളാരാണ്? UGC ചെയർമാൻ്റെ നോമിനി. UGC ചെയർമാൻ സ്വാഭാവികമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആളായിരിക്കും. പിന്നൊന്ന് നമ്മുടെ ഗവർണറുടെ നോമിനി, അതും സ്വാഭാവികമായിട്ട് അവരുടെ ആളായിരിക്കും. പിന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെ അപ്പെക്സ് ബോഡിയിലെ, ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് ആൾ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ അപ്പെക്സ് ബോഡിയിലെ ഒരു നോമിനി. ഇങ്ങനെയുള്ള മൂന്ന് അംഗങ്ങൾ ഉൾപ്പെടുന്ന സെർച്ച് കമ്മിറ്റിയാണ് നിയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള സംഘപരിവാർ അനുഭാവമുള്ള ആളുകൾ നമ്മുടെ യൂണിവേഴ്സിറ്റി ചാൻസലർമാരായി വരുന്നത് എന്നാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2025 തന്നെ ഇപ്പോൾ RSSൻ്റെ ഇവൻറ്റിൽ പങ്കെടുത്തതായിട്ട് കേരള യൂണിവേഴ്സിറ്റിയിലെ KC മോഹനൻ
നേരത്തെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പ്രസാദ് പങ്കെടുത്തിട്ടുണ്ട്, അത് നമ്മുടെ മലയാളം യൂണിവേഴ്സിറ്റിൻ്റെ ചാൻസലറായിരുന്നു. അതുപോലെ MG യൂണിവേഴ്സിറ്റി ചാൻസലറായിട്ടുള്ള മറൂത്ത്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഇവർ വാൺ ചെയ്തിട്ടും, നമ്മുടെ കേരളത്തിൽ ചീഫ് മിനിസ്റ്റർ പോലും വാൺ ചെയ്തിട്ട് പോലും, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഇൻചാർജുള്ള നമ്മുടെ റോജി എം ജോൺ വാൺ ചെയ്തിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, അവർ മെയിൻ്റെ ആക്കുന്നില്ല. അവർക്ക് ഇതൊന്നൊരു വിഷയമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസ് വരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ കേരളവും അതുപോലെ തമിഴ്നാടും അതുപോലെ കർണാടക അടക്കമുള്ള പല ഓപ്പോസിറ്റ് ലീഡേഴ്സ് ഭരിക്കുന്ന കോൺഗ്രസും അതുപോലെയുള്ള ഇന്ത്യ അലയൻസിൽ വരുന്ന റൂളേഴ്സ് ഭരിക്കുന്ന പല സ്റ്റേറ്റുകളും ഈ ഒരു പരിപാടി നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. പലതും പ്രസിഡൻഷ്യലിൻ്റെ ഒപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന നിയമങ്ങളാണ്. പക്ഷെ അതൊന്നും പ്രസിഡന്റ് സ്വാഭാവികം ഒപ്പിട്ട് കൊടുക്കില്ലല്ലോ. കാരണം ഈ ഗവർണറെ ഈ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ പൊസിഷനിൽ നിന്ന് മാറ്റാനുള്ള നിയമങ്ങളാണ് അവർ നിയമിച്ചത്. പക്ഷെ നിർമ്മിച്ചത്. പക്ഷെ അതൊക്കെ സുപ്രീം കോടതിയുടെയും അതുപോലെ പ്രസിഡന്റിൻ്റെയൊക്കെ ഒപ്പിന് വേണ്ടിയിട്ട് കാത്തു കെട്ടി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കഴിഞ്ഞൊരു 5-8 വർഷങ്ങളായിട്ട് സംഘപരിവാർ പശ്ചാത്തലമുള്ള ആളുകളൊക്കെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ പ്രതിരോധിക്കുമെന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. കാരണം അവരൊക്കെ ഒരു ലീഡർഷിപ്പിൻ്റെ റോളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനലി അവർ ചെയ്യേണ്ട ഡ്യൂട്ടികൾ ഉണ്ടാവും, ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കോടതിയൊക്കെ ഇടപെടും. അപ്പോൾ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രതിരോധം ആരുടെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്? ജനങ്ങളിൽ നിന്നാണ് വരേണ്ടത്, സ്റ്റുഡൻസിൽ നിന്നാണ് വരേണ്ടത്. കാരണം പുതിയ ജനറേഷനാണ്, ജെൻസിയാണ് ഇപ്പോൾ രാജ്യം എങ്ങോട്ട് ചലിക്കണമെന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ജസ്റ്റിസ് സൂര്യകാന്ത് ജെൻസികളെ കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞ അതേ സംസാരം ഇപ്പം അദ്ദേഹം സംസാരിക്കുന്നില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് നെൽസയിലുള്ള ആളുകൾ, നെൽസ എന്ന് പറയുന്നത് ഒരു നമ്മുടെ അഡ്വക്കേറ്റ്സിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഹൈദരാബാദ്. അപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികൾ, ഞങ്ങൾക്ക് ഒരിക്കലും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കൈമാറണ്ട, അതിൻ്റെ കോൺവെക്കേഷൻ സെറമണിയിൽ ഒരു ചീഫ് ജസ്റ്റിസ് വരുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അവരുടെ എല്ലാ അപ്പോയിൻമെൻറ്റുകളും അവരുടെ സ്റ്റേറ്റിൽ അഡ്വക്കേറ്റായിട്ട് എൻട്രി ചെയ്യുന്ന പോലും വിലക്കിയപ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറഞ്ഞെന്താണ്, ഇത് ഞാനും കുട്ടികളും തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൽ തലയിടേണ്ട ആവശ്യമില്ല, ഞാൻ ഏതായാലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല, അവരുടെ അഭ്യർത്ഥന മാനിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം തിരുത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കഴിഞ്ഞൊരു 2 കൊല്ലം മുമ്പോ 1 വർഷം മുമ്പോ അല്ലെങ്കിൽ CJPയുടെ സമരം, ജന്തർ മന്ദറിലെ സമരത്തിന് മുമ്പോ ഇത്തരത്തിലുള്ള പ്രതികരണം നമ്മുടെ ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതായത് പബ്ലിക് പ്രഷർ എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ VC മോഹൻ അടക്കമുള്ള സംഘപരിവാർ പശ്ചാത്തലമുള്ള ആളുകൾ നമ്മുടെ അക്കാദമിക് സ്ഥാപനങ്ങളിൽ, നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലേക്കും വന്ന് പ്രസംഗിക്കുമ്പോൾ മുണ്ടുപൊക്കി കാണിച്ചു കൊടുക്കാതെ അവരെ സ്വീകരിച്ച് കൈകൊട്ടി അവരൊരു VC അല്ലേ, അല്ലെങ്കിൽ അവരൊരു വലിയ ലീഡർഷിപ്പിൽ വരുന്ന ആളല്ലേ എന്ന് വിചാരിച്ചല്ല അദ്ദേഹം പറയുന്നതിനൊക്കെ കൈയടിച്ച് പാസ്സാക്കി വിട്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയുള്ള കോക്രോച്ചുകളും അതുപോലെ നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളോട് യാതൊരുവിധ അനുതാപവും ഇല്ലാത്ത പരാമർശങ്ങളൊക്കെ അവർ നടത്തും. അപ്പോൾ എൻ്റെ അഭിപ്രായം, കുട്ടികൾ സൈലൻ്റായി നിൽക്കുക എന്നതല്ല, മറിച്ച് എന്ത് ചെയ്യുക, മുണ്ടുപൊക്കി കാണിച്ചു കൊടുത്ത് അവരെ പിന്തിരിഞ്ഞ് നിൽക്കുക, അവരിൽ നിന്നും അവരുടെ അപ്രീസിയേഷൻ വാങ്ങാതിരിക്കുക, കോൺവൊക്കേഷൻ സെറമണിയിൽ വരുന്ന സമയത്ത് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ താല്പര്യമില്ല എന്ന് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുക തുടങ്ങിയുള്ള ധീരമായ നിലപാടുകൾ ഒരുപക്ഷെ ടീച്ചേഴ്സിനും അതുപോലെ അക്കാദമിക് എക്സലൻസിയിലുള്ള പ്രിൻസിപ്പളിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ പറ്റില്ല. പക്ഷേ പ്രതിരോധിക്കേണ്ട ആരാണ്? കുട്ടികളാണ്. നമ്മുടെ വിഷൻ അനുസരിച്ച്, നമ്മുടെ ജനാധിപത്യ മൂല്യം അനുസരിച്ചുള്ള സംസാരങ്ങൾ ആരും നടത്തിയിട്ടില്ല എങ്കിലും അവരോട് സഹവസിച്ച് അവരോട് സമരസപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് തീർത്തും വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. നമ്മളങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ മൂല്യങ്ങൾ ഉറച്ചു നിൽക്കുക, മൂല്യങ്ങൾക്ക് വേണ്ടി പോരാടുക എന്നതാണ് അടിസ്ഥാനപരമായിട്ട് എല്ലാവരും ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ UPയിലോ അല്ലെങ്കിൽ ബീഹാറിലോ അല്ലാന്നുണ്ടെങ്കിൽ വല്ല സംഘപരിവാർ രാജസ്ഥാനിലോ അടക്കമുള്ള കൗബെൽറ്റിലൊക്കെ പോയി പ്രസംഗിച്ചോളൂ, അതിന് കയ്യടി കിട്ടും. പക്ഷേ കേരളത്തിൽ വന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തരുത്. കാരണം കേരളം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മണ്ണല്ല. അത് മനസ്സിലാക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായി അവരുടെ കൂടി ഉത്തരവാദിത്തമാണ്.